കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ചർച്ചയായ വിഷയമാണ് രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനം. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനം വെറുതെ ആയിരുന്നില്ല. അതിന് പിന്നിൽ വ്യക്തമായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അമേരിക്കൻ പര്യടനത്തിനിടെ ഇന്ത്യ വിരുദ്ധ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി പ്രതിപക്ഷ നേതാവും റായ്ബറേലി എംപിയുമായ രാഹുൽ ഗാന്ധി. ഇന്ത്യ വിരുദ്ധയും ഇസ്ലാമിസ്റ്റുമായ ഇൽഹാൻ ഒമറുമായാണ് രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയത്. ഇതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ ചർച്ചയാവുകയും ചെയ്തു. വാഷിംഗ്ടൺ DC-യിലെ റബ്ബൺ ഹൗസ് ഓഫീസ് കെട്ടിടത്തിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. കോൺഗ്രസ് അംഗം ബ്രാഡ്ലി ജെയിംസ് ഷെർമാനാണ് ഈ മീറ്റിംഗ് നടത്തിയത്. രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരാനുള്ള തീവ്ര ശ്രമത്തിലാണെന്നും ഈ തിടുക്കം കൊണ്ടാണ് തീവ്ര ഇസ്ലാമിസ്റ്റായ ഇൽഹാൻ ഒമറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും BJP ദേശീയ വക്താവ് സഞ്ജു വർമ്മ ഈ സന്ദർശനത്തെ ചൊല്ലി രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുകയും ഉണ്ടായി. ഖലിസ്ഥാനെയും കശ്മീരെയും പ്രത്യേക രാജ്യമാക്കുന്നതിന് തുടർച്ചയായി പിന്തുണ നൽകുന്ന അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവ് ഇൽഹാൻ ഒമറാണ് റെഡ് സർക്കിളിലെ ഈ സ്ത്രീ എന്നായിരുന്നു BJP നേതാവ് നിഷികാന്ത് ദുബെയുടെ പ്രതികരണം. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ അജണ്ടയ്ക്ക് അമേരിക്ക പിന്തുണ തേടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ ആരാണ് രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തിയ ഇൽഹാൻ ഒമർ എന്ന ചോദ്യം ഉയരുകയാണ്. അമേരിക്കയിലെ MP ആണ് ഇൽഹാൻ ഒമർ. 2019 മുതൽ അവർ US കോൺഗ്രസിലെ ഡെമോക്രാറ്റിക് അംഗമാണ്. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച US പാർലമെന്റിൽ എത്തിയ ആദ്യ ആഫ്രിക്കൻ അഭയാർത്ഥി. US പാർലമെന്റിൽ എത്തിയ ആദ്യ 2 മുസ്ലിം അമേരിക്കൻ വനിതകളിൽ ഒരാളും പാർലമെന്റ് സീറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരി കൂടിയാണ് അവർ. 2022 ഇൽഹാൻ പാക് അധീന കശ്മീർ സന്ദർശിച്ചിരുന്നു. ഇതേ പര്യടനത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ വാർഷിക റിപ്പോർട്ടിൽ ഇൽഹാന്റെ പര്യടനത്തിന് പാകിസ്ഥാൻ പണം നൽകിയെന്നും വെളിപ്പെടുത്തിയിരുന്നു. ഏപ്രിൽ 18 മുതൽ 24 വരെയുള്ള ഇൽഹാൻ ഒമറിന്റെ പര്യടനത്തിന് പാകിസ്ഥാൻ സർക്കാർ ധനസഹായം നൽകിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മിനസോട്ടയുടെ പ്രതിനിധിയായ ഇൽഹാൻ ഒമർ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന അതേ നുണകൾ മുമ്പ് പലതവണ ആവർത്തിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ വർഷങ്ങളായി ഒമർ ഇന്ത്യ വിരുദ്ധ വിവരണങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചിട്ട് നരേന്ദ്രമോദി സർക്കാരിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പ്രധാന പങ്കുവച്ച സ്ത്രീയാണ് ഒമർ. ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് പേരുകേട്ട ആൾ കൂടിയാണ് ഒമർ. എന്തിനേറെ പറയണം, US പാർലമെന്റിൽ പ്രധാനമന്ത്രി മോദി നടത്തിയ പ്രസംഗം ഒമർ ബഹിഷ്കരിച്ചിരുന്നു. വിദേശ വേദികളിൽ നിന്ന് ഇൽഹാൻ ഒമർ ഇന്ത്യയെ പലതവണ വിമർശിച്ചിട്ടുണ്ട്. ഇന്ത്യ ന്യൂനപക്ഷ വിരുദ്ധമെന്നും അവർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രചാരം വളരെ കാലമായി നടക്കുന്നുണ്ടെന്നും ഇന്ത്യയിൽ മുസ്ലിമായിരിക്കുന്നത് കുറ്റം പോലെയാണെന്നുമെല്ലാം ഇൽഹാൻ ഒമർ പലതവണ പാടി നടന്ന കാര്യങ്ങളാണ്. ഭീകര സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുടെ പാശ്ചാത്യ ശാഖയായ ഇസ്ലാമിക് സർക്കിൾ ഓഫ് നോർത്ത് അമേരിക്ക സഹോദര സംഘടനയായ ഇസ്ലാമിക് റിലീഫ്, ഹെൽപ്പിംഗ് ആൻഡ് ഫോർ റിലീഫ് ആൻഡ് ഡെവലപ്മെന്റ് പോലുള്ള തീവ്ര ഇസ്ലാമിക് സംഘടനകളുമായി ഈ ഒമറിന് ബന്ധമുണ്ട്. കൂടാതെ ഇന്ത്യയിൽ നിരോധിച്ച ഗ്രൂപ്പായ പാകിസ്ഥാനിലെ ലഷ്കർ-ഇ-തോയ്ബ പോലുള്ള ഇസ്ലാമിക് ഭീകര സംഘടനകളുമായി HRDക്ക് തീവ്ര ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇത്രയേറെ ശത്രുക്കളായി കാണുന്ന പല വേദികളിലും ഇന്ത്യക്ക് നേരെ ആഞ്ഞടിച്ച ഒമറുമായ രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ പര്യടനം ഇന്ത്യക്ക് ദോഷമല്ലാതെ നേട്ടങ്ങളൊന്നും സൃഷ്ടിക്കില്ലെന്നാണ് പൊതുവെയുള്ള സംസാരം.